ഹലോ എവ്രി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രോഡ് ക്യാമ്പിലെ 10th വീക്കിലെ ടാസ്ക്സ് എന്തൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, എന്തെല്ലാം വാലിഡേഷൻസും കാര്യങ്ങളാണ് ടാസ്ക്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സോ വീഡിയോ മുഴുവനായിട്ടും വാച്ച് ചെയ്യാൻ ശ്രമിക്കാം. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ വീക്കിൽ നമുക്ക് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് യൂസർ സൈഡിൽ യൂസറിൻ്റെ വിഷ് ലിസ്റ്റാണ്. അപ്പോൾ ഈ വിഷ് ലിസ്റ്റിന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് പേജിൽ ഒരു ബട്ടൺ കൊടുക്കുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നേരം വിഷ് ലിസ്റ്റിലേക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുള്ള ഒരു ടോസ്റ്റ് മെസ്സേജോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് കൊടുക്കുക. പിന്നെ അതിൽ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഓൾറെഡി വിഷ് ലിസ്റ്റിലോ അല്ലെങ്കിൽ കാർട്ടിലോ ഉള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അതിൽ വേറൊരു ഓപ്ഷന് വിഷ് ലിസ്റ്റിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ അതിലുള്ള പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് വേണം. അപ്പോൾ ഇത്രയാണ് വിഷ് ലിസ്റ്റിൻ്റെ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് വാലറ്റാണ്. വാലറ്റിൽ ഇതുവരെ ഇപ്പോൾ ഉള്ള ബാലൻസ്, ടോട്ടൽ ഡെപ്പോസിറ്റ് എത്രയാണ് വന്നത്, എത്ര ട്രാൻസാക്ഷൻസ് നടന്നുള്ള ഡീറ്റെയിൽസ് കാണിക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് 5 ട്രാൻസാക്ഷൻസും അതിന് അക്കോർഡിംഗ് ആയിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുക. ഇതാണ് വാലറ്റിൽ ചെയ്യാനുള്ളത്. പിന്നെ വരുന്നത് ചെക്കൗട്ടിലാണ്. അപ്പോൾ ചെക്കൗട്ടിലാണ് ഈ വീക്കിൽ നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ളത്. സോ അതിലേക്ക് വരുന്നേരം ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് കൊടുക്കണം. വാലറ്റ് കൊടുക്കണം, അതുപോലെ ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് റാസർ പേയോ അല്ലെങ്കിൽ പേപാലോ നിങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ അതുപോലെ തന്നെ കൂപ്പൺ ഹാൻഡിൽ ചെയ്യണം. യൂസർക്ക് അവൈലബിൾ ആയിട്ടുള്ള കൂപ്പണ്, അതായത് ടോട്ടൽ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിന് അവൈലബിൾ ആയിട്ടുള്ള കൂപ്പൺ എന്ത് ചെയ്യണം, അവിടെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്യണം. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടോട്ടൽ എമൗണ്ടിൻ്റെ 80% മുകളിൽ എക്സീഡ് ചെയ്യാൻ പാടില്ല കൂപ്പൺസ് അപ്ലൈ ചെയ്യുന്നേരം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള കൂപ്പൺസ് മാത്രമേ നമുക്ക് അവിടെ എന്താവും അവൈലബിൾ ആയിട്ട് കാണിക്കാൻ പറ്റൂ. അപ്പോൾ കൂപ്പൺ ക്ലിക്ക് ചെയ്യുന്നേരം എത്ര എമൗണ്ട് സേവ് ചെയ്തെന്നുള്ള ആ ഒരു മെസ്സേജ് നമുക്ക് അവിടെ കാണിക്കണം ചെക്കൗട്ട് പേജിൽ. സോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് റാസർ പേ കാര്യങ്ങൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വാലറ്റിലുള്ള ബാലൻസ് പേയ്മെൻറ്റിന് വേണ്ടി യൂസർക്ക് യൂസ് ചെയ്യാൻ പറ്റണം. സോ ഇത്രയും കാര്യങ്ങളാണ് ചെക്കൗട്ടിൽ ചെയ്യാനുള്ളത്. പിന്നെ വരുന്നത് യൂസർ സൈഡിൽ യൂസറിൻ്റെ ഓർഡേഴ്സാണ്. അപ്പോൾ ഓർഡേഴ്സിൽ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഡെലിവേർഡ് ആയ ഓർഡേഴ്സിന് അതിൻ്റെ PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം, ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം. സോ അതാണ് ഓർഡേഴ്സിൽ ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ റിട്ടേണോ ക്യാൻസലോ ആയ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് റീഫണ്ട് ആയിട്ട് വാലറ്റിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഓർഡേഴ്സ് ചെയ്യാനുള്ളത്. അപ്പോൾ വാലറ്റിലേക്ക് എമൗണ്ട് ആഡ് ചെയ്യുന്നേരം എന്ത് ചെയ്യണം, കൂപ്പൺ എമൗണ്ട്, ഓഫർ എമൗണ്ട് ഇതൊക്കെ റിഡ്യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ വാലറ്റിലേക്ക് എമൗണ്ട് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ തന്നെയാണ് ഈ വീക്കിൽ യൂസർ സൈഡിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് അഡ്മിൻ സൈഡിൽ നോക്കാം. അഡ്മിൻ സൈഡിൽ എന്തൊക്കെയാണ് 10th വീക്കിൽ പ്രോട്ടോടൈപ്പിൽ കംപ്ലീറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫർ മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ ഓഫർ മാനേജ്മെൻറ്റിൽ റെഫറൽ ഓഫർ വേണം, അതുപോലെ തന്നെ കാറ്റഗറി ഓഫർ ആൻഡ് പ്രൊഡക്റ്റ് ഓഫർ, ഇത്രയും ഓഫേഴ്സാണ് വേണ്ടത്. അപ്പോൾ ഓഫേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന നേരം കാര്യമായിട്ട് വാലിഡേഷനിൽ ഡേറ്റ് ആണ്, അതായത് സ്റ്റാർട്ട് ഡേറ്റ് ഇന്നുള്ള ഡേറ്റിനേക്കാൾ മുകളിലായിരിക്കണം സ്റ്റാർട്ട് ഡേറ്റ്. അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ് സ്റ്റാർട്ട് ഡേറ്റിൻ്റെക്കാൾ താഴെ ആകരുത്. അപ്പോൾ ഈ ഒരു വാലിഡ് ആയിട്ടുള്ള ഡേറ്റ് ആണുള്ളതാണ് നമുക്ക് കാര്യമായിട്ട് ഇവിടെ ചെക്ക് ചെയ്യാനുണ്ടാകുക ഓഫർ ആഡ് ചെയ്യുന്ന നേരം. അതുപോലെ തന്നെ പെർസെൻറ്റേജ് വൈസാണ് ഓഫർ ആഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യരുത്, നമുക്ക് 80% മുകളിലേക്ക് എമൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. 80% മുകളിലേക്ക് നമുക്ക് ഓഫർ ആഡ് ചെയ്യാൻ പറ്റരുത്. സോ അതാണ് ഓഫർ മാനേജ്മെൻറ്റിൽ ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ. സോ നെക്സ്റ്റ് വരുന്നത് ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡ് സെയിൽസ് റിപ്പോർട്ട് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് വേറെ പേജ് കൊടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഓപ്ഷനിലാണ്. അപ്പോൾ ഡാഷ്ബോർഡിൽ ടോട്ടൽ ഓർഡേഴ്സ്, റവന്യൂസ് എത്ര വന്ന്, അതുപോലെ ഫിൽട്ടർ വെച്ച് നമ്മൾ ചെയ്യണം. അതുപോലെ ഗ്രാഫ് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ സെയിൽസ് റിപ്പോർട്ടിലേക്ക് വരുന്നേരം എന്ത് ചെയ്യണം, കസ്റ്റം ഡേറ്റ്, അതുപോലെ തന്നെ ടുഡേ, വീക്ക്ലി, മന്ത്ലി, ഇയർലി, ഈ ഒരു ഫിൽട്ടർ വെച്ച് നമ്മൾ സെയിൽസ് റിപ്പോർട്ട് ഷോ ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. അതിൽ ടോട്ടൽ കൂപ്പൺ എമൗണ്ട് എത്ര, ഡിസ്കൗണ്ട് ആയിട്ടുള്ള എമൗണ്ട് എത്ര കൊടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി എത്രയാണ്, ഓൺലൈൻ പേയ്മെൻറ്റ് എത്രയാണ്, ഇതെല്ലാം അവിടെ കംപ്ലീറ്റ്ലി ലിസ്റ്റ് ചെയ്യണം.
എന്നിട്ട് അതിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം. ഈ സെയിൽസ് റിപ്പോർട്ട് PDF-ലും എക്സലിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം. സോ അതാണ് അഡ്മിൻ സൈഡിൽ ചെയ്യാനുള്ള 10th വീക്കിലെ ടാസ്കസ് എന്ന് പറയുന്നത്. സോ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രോപ്പർ വാലിഡേഷൻസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതിൽ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിൻ്റെ ലിങ്ക് വീഡിയോൻ്റെ അടിയിൽ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ വീഡിയോ. സോ മാക്സിമം വീഡിയോ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.